നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച പ്രതിവാര അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ ഏകദേശം 2% ഇടിവാണ് നേരിട്ടിട്ടുള്ളത്. എന്നാൽ ഈ താഴ്ചകൾക്കിടയിലും പല പെന്നി ഓഹരികളും മൾട്ടി ബാഗർ നേട്ടം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇനി അത്തരത്തിൽ ഇക്കണോമിക് ടൈംസ് മാർക്കറ്റ്സ് തിരഞ്ഞെടുത്ത 5 ഓഹരികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വാരത്തിൽ 20% മുതൽ 45% വരെ നേട്ടം നൽകിയ ഓഹരികളാണ് ഇതൊക്കെ. ഓഹരി വില 20 രൂപയിൽ താഴെയുള്ള 1000 കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള അവസാന ട്രേഡിംഗ് വോളിയം 5 ലക്ഷത്തിലും അധികമുള്ള കമ്പനികളെയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് PMC ഫിൻകോർപ്പ് ആണ്. ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽസ് മേഖലയിൽ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് PMC ഫിൻകോർപ്പ്. ഫിനാൻസിംഗ്, ലിസ്റ്റഡ് അൺലിസ്റ്റഡ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ്, മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫീ അധിഷ്ഠിത അഡ്വൈസറി സേവനങ്ങൾ തുടങ്ങിയവ നൽകുന്ന കമ്പനിയാണ് ഇത്. 45% പ്രതിവാര നേട്ടം. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4 രൂപ 33 പൈസയാണ്. അടുത്തത് വാജന്റ് ഇൻഫ്ര വെഞ്ചർ. സ്പെഷ്യലൈസ്ഡ് ഫിനാൻസ് മേഖലയിൽ ബിസിനസ് നടത്തുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇത്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സേവനങ്ങൾ തുടങ്ങിയവ നൽകുന്നുണ്ട്. 26% പ്രതിവാര നേട്ടം. 2 രൂപ 20 പൈസയാണ് ഓഹരി വില. അടുത്തത് മോണോടൈപ്പ് ഇന്ത്യയാണ്. ഡൈവേഴ്സിഫൈഡ് ഫിനാൻസ് മേഖലയിൽ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് ഇത്. ഓഹരി വ്യാപാരം, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി തുടങ്ങിയവ ചെയ്യുന്നുണ്ട്. 24% പ്രതിവാര നേട്ടം. 98 പൈസയാണ് കറണ്ട് മാർക്കറ്റ് വില. നാലാമത്തേത് ഈസ്റ്റ് വെസ്റ്റ് ഹോൾഡിംഗ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, ബ്രോക്കറേജ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഹോൾഡിംഗ്സ്. സെക്യൂരിറ്റി ബ്രോക്കറേജ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയുടേത് വൈവിധ്യവൽക്കരിച്ച പോർട്ട്ഫോളിയോ ആണ്. 23% പ്രതിവാര നേട്ടം. 7 രൂപയാണ് ഓഹരി വില. അഞ്ചാമത്തേത് എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്രയാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് ഇത്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, അതായത് BPO സേവനങ്ങളാണ് പ്രധാനമായും നൽകുന്നത്. റോഡ്, ഹൈവേ തുടങ്ങിയവയുടെ നിർമ്മാണം, മൈനിങ്, വ്യാപാരം തുടങ്ങിയവയും ബിസിനസിന്റെ ഭാഗമാണ്. 23% പ്രതിവാര നേട്ടം. 70 പൈസയാണ് ഓഹരി വില. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.